അടുത്ത ക്രൈറ്റീരിയ ആണ് AAS ക്രൈറ്റീരിയ. ഇതിൽ A എന്ന് പറയുന്നത് ആംഗിളും S എന്ന് പറയുന്നത് സൈഡുമാണ്. ഇൻക്ലൂഡഡ് സൈഡ് അല്ലാത്ത മറ്റൊരു സൈഡ്. ഇനി ഈ രണ്ട് ട്രയാങ്കിളിൽ AB എന്ന് പറയുന്ന സൈഡും PQ എന്ന് പറയുന്ന സൈഡും ഈക്വലാണ്. അതേപോലെ ഈ ആംഗിളും ഈക്വലാണ്. അതിന് നമുക്ക് X എന്ന് കൊടുക്കാം. ഇനി ഈ ആംഗിളും ഈക്വലാണ്. അതിന് നമുക്ക് Y എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും ഒരു സൈഡും ഈക്വലാണ്. അപ്പോൾ ഈ AAS ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിനോടും ഒരു സൈഡിനോടും ഈക്വലായി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റാന്ന് പറയാം. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ABC കോൺഗ്രൻ്റ്. അടുത്ത ട്രയാങ്കിളിൻ്റെ എങ്ങനെയാണ് എഴുതേണ്ട പാറ്റേൺ നോക്കാം. ഇതിൽ ABC എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ്. ഇതിൽ ഫസ്റ്റ് നമുക്കിതിൽ ആ കൂടി അറിയുന്നത് ഒരു സൈഡും രണ്ട് ആംഗിളുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് ഇതിലെ ഈ സിംഗിൾ ഡാഷ്, പിന്നെ വരുന്നത് ഈ X എന്ന് പറയുന്ന ആംഗിൾ, പിന്നെ വരുന്നത് Y എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ഓർഡറിൽ അല്ലേ. സിംഗിൾ ഡാഷ് X Y. അപ്പോൾ ഇതിൽ സിംഗിൾ ഡാഷ് ഈ സൈഡ്, പിന്നെ X എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ, പിന്നെ Y. അപ്പോൾ ഇങ്ങനൊരു ഓർഡറിലാണ് വരുന്നത്. സിംഗിൾ ഡാഷ് X Y. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ട്രയാങ്കിൾ QPR അല്ലേ.